കണ്ണൻ നായർ തുടരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. കണ്ണൻ, നേരത്തെ കൊല്ലത്തെ പോളിംഗ് ഉയർന്നു നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നത് അവിടെ വളരെ കൗതുകരമായ ഒരു കണക്ക് കണ്ടത് കുണ്ടറയിലാണ്. ഇപ്പോൾ PC വിശ്വനാഥ് സിറ്റിംഗ് MLA ഉള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത വിജയം UDFിന് അനുകൂലമായി ഉണ്ടായ മണ്ഡലമായിരുന്നു. ഈ കുണ്ടറയിൽ വലിയ തോതിൽ പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു നിൽക്കുകയാണ്. അവിടുത്തെ മത്സരത്തിൻ്റെ ഒരു സ്വഭാവം പ്രകടമാക്കുന്നതാണ് ആ പോളിംഗ് പെർസെൻറ്റേജ് എന്ന് കരുതാമോ? തീർച്ചയായിട്ടും രതീഷ്, അങ്ങനെ ഒരു കരുതലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. കാര്യം 50.36% കുണ്ടറയിലെ പോളിംഗ്. ഏറ്റവും കൂടുതൽ ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലം കൂടി കുണ്ടറയാണ്. വലിയ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. സിറ്റിംഗ് MLA PC വിശ്വനാഥ്, ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി മെമ്പർ കൂടിയായിട്ടുള്ള CPM-ന്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ SL സജികുമാർ. ഇവർ തമ്മിൽ വാശിയോട് കൂടിയുള്ള ഒരു പോരാട്ടമാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന സമയത്താണ് കെ സുധാകരൻ അവിടെ എത്തിയത്. രാജേഷ് ശർമ്മ നമ്മോടൊപ്പം ഉണ്ട്. എല്ലാ തവണയും ഈ സമയത്തൊക്കെയാണോ വന്ന് വോട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ രാവിലെ ഒന്ന് വോട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഉച്ച സമയമാകുമ്പോഴത്തേക്ക് ഇത്തിരി തിരക്ക് കുറയും. ഒരിക്കലും പോരാ. അതായത് എന്നാലും അത് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ജനാധിപത്യത്തിന്റെ ഈ സംവിധാനത്തിൽ അതെ, ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കെന്തായാലും ഒരു ജനപ്രതിനിധി ആവശ്യമാണ്. കാരണം നമുക്ക് രാഷ്ട്രീയ തീരുമാനങ്ങളൊന്നും നമ്മളല്ല എടുക്കുന്നത്. നമുക്കൊരു പാലമോ ഒരു റോഡോ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റ് വികസനങ്ങളോ ഒറ്റൊരാൾക്ക് പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രീയം അത് വേണം, ആവശ്യമാണ്. നല്ല കാഴ്ചപ്പാടുള്ളവർ നമുക്ക് മുമ്പിൽ വരുമ്പോഴാണ് നമുക്ക് തെളിച്ചമുള്ള കണ്ണുകളും ഒക്കെ ഉണ്ടാവുള്ളൂ. കാര്യം പെട്ടെന്ന് പോയി വോട്ട് ചെയ്യട്ടോ. ഓക്കെ. അതായത് ഞാൻ നേരത്തെ രാജേഷ് ശർമ്മയാണ് നമ്മളോട് സംസാരിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വന്നത് ഈ പോളിംഗിൻ്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്യാൻ സാധിച്ചു. ആ സമയത്ത് പോളിംഗിൻ്റെ ഒരു വർധനവ് അത് നമുക്ക് ഒരു ചെറിയ ഒരു വേവ് ഉണ്ടോ ജനങ്ങളുടെ ഒരു വേവ് ഉണ്ടോ എന്നുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ തന്നെ നമുക്ക് അങ്ങനെ സംശയിക്കേണ്ടതുണ്ട്. കാര്യം കഴിഞ്ഞ തവണ ഇതിന് സമാനമായ രീതിയിലുള്ള ഒരു വോട്ടിംഗ് ആയിരുന്നില്ല ഇതേ സമയത്ത് നടന്നിരുന്നത്. ചടയമംഗലത്തേക്ക് പോകുകയാണെങ്കിൽ ചടയമംഗലത്ത് മാത്രമാണ് 47.76% വോട്ടിംഗ് ഉള്ളത്. ഏറ്റവും കുറവ് വോട്ടിംഗ് ഉള്ളത് ചടയമംഗലത്താണ്. രണ്ടാമത് ചാത്തന്നൂരിലേക്ക് വരുമ്പോൾ 49%. ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് 49%. അതുപോലെ തന്നെ ചവറയിൽ വാശിയോടുകൂടിയുള്ള പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് 47.99%, അതായത് 48% ചവറയിലെത്തിയിരിക്കുന്നു. ഇരവിപുരത്ത് 49.42. കരുനാഗപ്പള്ളിയിലും വലിയ വാശിയോടുള്ള പോരാട്ടം നടക്കുന്നതാണ്. 48.28. കൊല്ലത്ത് 49.98, അതായത് 50 എന്ന് നമുക്ക് കൂട്ടാം. കൊട്ടാരക്കരയിലും 49.55, അതും 50-അടുത്തേക്ക് എത്തുകയാണ്. കുന്നത്തൂരും പത്തനാപുരത്തും പുനലൂരും ഒക്കെ തന്നെ വലിയ വാശിയോട് കൂടിയുള്ള ഒരു പോരാട്ടം നടക്കുകയാണ്. പുനലൂരിൽ നേരത്തെ തുടക്കത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ വോട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അത് പിന്നീട് കുറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാര്യം പുനലൂർ എന്ന് പറയുന്നത് ഒരു മലയോര മേഖലയാണ്. ഈ തോട്ടം തൊഴിലാളികളൊക്കെ തന്നെ ഏറെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ നേരത്തെ വന്ന് വോട്ട് ചെയ്ത് പോയി അതിനുശേഷം അവരുടെ ഉപജീവന മാർഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു പതിവ്. ആ കാര്യം തന്നെയാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി 3 മണിയോട് കൂടിയായിരിക്കും ആ മേഖലയിലൊക്കെ തന്നെ കൂടുതലായി വിവരങ്ങൾ നൽകിയത്. രതീഷ്, കൊല്ലം ജില്ല അത് CPM-ന്റെ ഒരു കോട്ടയാണ് എന്ന് നമുക്ക് പറയാം. കണ്ണൂരിന് ശേഷം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തവണ ഈ 2 സീറ്റിനപ്പുറത്തേക്ക് ബാക്കി 11-ൽ 9 സീറ്റുകളും നൽകിയ ഒരു ജില്ലയാണ്. ഇപ്പോൾ അവിടെ ഈ കുറി നമുക്ക് ഉറ്റുനോക്കാൻ കഴിയുന്ന ഒരു 2 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പത്തനാപുരത്താണ്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുടെ കഴിഞ്ഞ വർഷങ്ങളിൽ അവിടെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയാണ്. അങ്ങനെ പ്രചാരണം ഏറെക്കുറെ എല്ലാവരെയും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ കണ്ടു കഴിഞ്ഞ് അങ്ങനെ വോട്ടുറപ്പിക്കുന്ന ശ്രമങ്ങൾ തുടങ്ങിയ വ്യക്തിയാണ്. അവിടെ ഇപ്പോൾ പത്തനാപുരത്ത് 48.63 ഉള്ളൂ. ജില്ലയിൽ നോക്കുമ്പോൾ കുറച്ച് നമ്മുടെ താരതമ്യം ചെയ്യുമ്പോൾ മറ്റിടങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോൾ ചെറിയൊരു കുറവുള്ളതായി തോന്നുന്നുണ്ട്. പിന്നീട് മറ്റൊന്ന് കൊല്ലത്താണ്. കൊല്ലം മണ്ഡലം കൊല്ലത്ത് നല്ല മത്സരം നടക്കുന്നു. അവിടുത്തെ വോട്ടിംഗ് പെർസെന്റേജ് ഇപ്പോൾ അവിടെ 50-നടുത്ത്, കൊല്ലത്ത് 50-നടുത്ത് എത്തിയാണ്. അതായത് 50 തന്നെ പറയാം. 49.9 നല്ല പോളിംഗ്. ഈ കുണ്ടറയിലെ സാഹചര്യം നോക്കിയാൽ ഏറ്റവും ഉറപ്പുള്ള സംസ്ഥാനത്തെ LDF-ന്റെ സീറ്റുകൾ ഒന്നായിരുന്നു കുണ്ടറ. പ്രത്യേകിച്ച് CPM-ന്റെ ഉറപ്പുള്ള മണ്ഡലമായിരുന്നു. 2011-ൽ MA ബേബി ജെർമിയാസിനോട് ജയിക്കുന്ന തന്നെ 10,000 14,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. 16-ലെത്തുമ്പോൾ ഭൂരിപക്ഷം വീണ്ടും വർദ്ധിക്കുന്നുമുണ്ട്. അന്ന് 30,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്
രാജ്മോഹൻ ഉണ്ണിത്താനെ അന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെടുത്തി. പക്ഷേ 2021 4000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ PC വിഷ്ണുനാഥ് അട്ടിമറിക്കുകയായിരുന്നു. പക്ഷേ ഇത്തവണ കടുത്ത മത്സരമാണ് എന്നാണ് അവിടുന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ. PC വിഷ്ണുനാഥ്, SL സജികുമാറാണ് LDFന്റെ സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥിയും സജീവമായി രംഗത്തുണ്ടെങ്കിലും ഇരുവരും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരം നടക്കുന്നു. അവിടെ മത്സരം വലിയ ചൂടേറിയ മത്സരമാണ് എന്നത് നേരത്തെ തന്നെ വന്ന വിവരങ്ങളാണ്. കുന്നത്തൂരിലേക്ക് വരുമ്പോൾ കുന്നത്തൂരും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. കോവൂർ കുഞ്ഞുമോൻ ഇത്രയും വർഷങ്ങളായി, കാരണം 4 നൂറ്റാണ്ടോളം അവിടെ MLA ആയിട്ടിരിക്കുന്നു. കോവൂർ കുഞ്ഞുമോൻ ഇത്തവണ ഒരു ഇളക്കമുണ്ടാകുമോ, മാറ്റമുണ്ടാകുമോ? ഉല്ലാസ് കോവൂർ, അതായത് കോവൂർ കുഞ്ഞുമോന്റെ ബന്ധുവാണ്. ഉല്ലാസ് കോവൂരാണ് മൂന്നാം ടൈമിലാണ് ഉല്ലാസ് കോവൂർ മണ്ഡലമാണ്. അപ്പോൾ അവിടെയും 49%, അതായത് 50-നോടടുത്ത് അവിടെയും പോളിംഗ് രേഖപ്പെടുത്തുന്നു. കുന്നത്തൂർ എന്ന പ്രത്യേകത കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു നിൽക്കുന്ന മണ്ഡലങ്ങൾ അത് ആലോചിച്ച് ആ പട്ടിക പരിശോധിക്കുമ്പോൾ പ്രധാന രംഗത്തൊക്കെ വലിയ മത്സരമുണ്ട് എന്ന് തോന്നിപ്പിച്ച മണ്ഡലങ്ങൾ തന്നെയാണ് പോളിംഗ് പെർസെൻറ്റേജ് ഉയർന്നു നിൽക്കുന്നത്. അല്ലെങ്കിൽ ത്രികോണ ഫൈറ്റിന്റെ സാഹചര്യമുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് പെർസെൻറ്റേജ് നന്നായി ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും.